2 ദിവസത്തിനു മുമ്പാണ് പിണറായി വിജയന്റെ വഴുതക്കാടുള്ള വാടക വീട്ടിൽ ഇഡി റെയ്ഡ് നടത്താനായിട്ട് അതിരാവിലെ എത്തിയത്. റെയ്ഡിന്റെ തലേ ദിവസം വി.ഡി. സതീശൻ മോദിയെ കണ്ട്, അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കണ്ട് കേരളത്തിലേക്ക് മടങ്ങുന്ന വഴിയായിരുന്നു. അതോടെ കോൺഗ്രസ് ബി.ജെ.പി കൂട്ടുകെട്ടാണ് റെയ്ഡിന് പിന്നിലെന്നാണ് CPM അന്ന് ആരോപിച്ചത്. എന്നാൽ യഥാർത്ഥത്തിൽ എന്താണ് സംഭവം? ഹൈക്കോടതി CMRL എസ്ലാലോജിക്കുമായി ബന്ധമുള്ള കേസ് അന്വേഷിക്കാൻ ഇഡിക്ക് അനുകൂലമായ ഒരു ഉത്തരവ്, അതായത് ഇഡിക്ക് അനുമതി നൽകിക്കൊണ്ടുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചത് അന്ന് ഏകദേശം ഒരു ഉച്ചയോടുകൂടി ശേഷമാണ്. ആ സമയത്ത് തന്നെ സാമാന്യ ബോധമുള്ള ഏതൊരാൾക്ക് മനസ്സിലാകാം ഇഡി തുടർ നടപടിക്കായി ഒരു റെയ്ഡ് അല്ലെങ്കിൽ നോട്ടീസ് നൽകി ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കാനുള്ള ഒരു സാധ്യത ഉണ്ട് എന്ന് സാമാന്യ ബോധമുള്ള ഒരാൾക്ക് മനസ്സിലാക്കാം. നിലവിൽ ഇഡിയുടെ കയ്യിലേക്ക്, അതായത് ഇഡിയുടെ കൊച്ചിയുടെ സോണൽ ഓഫീസിലേക്ക് ഹൈക്കോടതിയുടെ ആ ഒരു പേപ്പർ, ആ നോട്ടീസ് എത്തിയത്, അനുകൂലമായിക്കൊണ്ടുള്ള ഹൈക്കോടതിയുടെ ഒഫീഷ്യൽ നോട്ടീസ് എത്തിയത് രാത്രി 8:15 കൂടിയാണ്. അതിനുശേഷമാണ് കൊച്ചിയിലെ സോണൽ ഓഫീസിൽ നിന്നുള്ള അസിസ്റ്റന്റ് ഡയറക്ടർ, അതായത് PMLAയുടെ അസിസ്റ്റന്റ് ഡയറക്ടർ ഡൽഹിയിലെ ഇഡിയുടെ ഹെഡ് ഓഫീസിലേക്ക് വിളിക്കുന്നു, റെയ്ഡ് നടത്താനുള്ള അനുവാദം ചോദിക്കുന്നു, അതിന്റെ പേപ്പർ വർക്കെല്ലാം എല്ലാം തന്നെ കറക്റ്റ് ചെയ്യുന്നു, അതിന്റെ പേപ്പർ വർക്കെല്ലാം ശരിയാക്കുന്നു. അതിനുശേഷം 12 ഇടങ്ങളിൽ റെയ്ഡ് നടത്താനുള്ള ഉദ്യോഗസ്ഥരെ എല്ലാം തന്നെ ഏകോപിപ്പിക്കുന്നു, അവർക്ക് വേണ്ടി ഒരു ടീം റെഡിയാക്കുന്നു, അതിനുവേണ്ടി CRPF ഉദ്യോഗസ്ഥർ ഒരു 5-6 CRPF ഉദ്യോഗസ്ഥരെ ഒരു ടീമിലേക്ക് വിട്ടുകൊടുക്കുന്നു. അങ്ങനെ അന്ന് രാത്രിയോടുകൂടി, അതായത് 8:15 ശേഷമാണ് വലിയ തരത്തിലുള്ള ഒരു നീക്കം, റെയ്ഡിന് വേണ്ടിയുള്ള എല്ലാ നീക്കങ്ങളും ഔദ്യോഗികമായി തന്നെ നടന്നത്. പക്ഷേ എല്ലാം രഹസ്യമായിരുന്നു. കേരള പോലീസുമായിട്ട് ഒരു തരത്തിലുമുള്ള കോൺടാക്റ്റുകൾ പാടില്ല എന്നുള്ള ഒരു നിർദ്ദേശം ആണ് ഡൽഹിയിൽ നിന്നും ഇവർ കിട്ടിയത്. നിലവിൽ ഇന്ന് വൈകുന്നേരം മുഖ്യമന്ത്രി വി.ഡി. സതീശൻ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ പരിഹാസ രൂപേണയാണ് ഇതിന് മറുപടി നൽകിയത്. അതായത് വി.ഡി. പറഞ്ഞത്, താൻ പ്രധാനമന്ത്രിയെ ആദ്യമായാണ് കാണുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കണ്ടപ്പോൾ താൻ നാളെ തന്നെ പിണറായിയുടെ വീട്ടിൽ റെയ്ഡ് നടത്തണമെന്ന് വി.ഡി. സതീശൻ മോദിയോട് പറഞ്ഞുവെന്നാണ് വി.ഡി. പറയുന്നത്. അപ്പോൾ തന്നെ മോദി ഫോൺ എടുത്ത് വിളിച്ചു. സതീശൻ ആദ്യമായി പറയുന്ന കാര്യമാണ് നാളെ റെയ്ഡ് നടത്തണമെന്ന് ഉത്തരവിട്ടു. കൂടാതെ 12 സ്ഥലങ്ങളിൽ റെയ്ഡ് നടത്തണമെന്ന് താൻ വീണ്ടും മോദിയോട് പറഞ്ഞു. അങ്ങനെയാണ് റെയ്ഡ് നടന്നതെന്നും സതീശൻ പരിഹസിക്കുന്നുണ്ട്. താൻ അധികാരത്തിൽ വന്നതിന് ശേഷം കേൾക്കുന്ന രണ്ടാമത്തെ തമാശയാണിതെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഇന്ന് വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ പറയുകയാണ്. കേന്ദ്ര ഏജൻസി രജിസ്റ്റർ ചെയ്ത കേസിൽ സംസ്ഥാന സർക്കാരിന് ഒന്നും ചെയ്യാനില്ലെന്നും കോടതി ഉത്തരവ് പ്രകാരമാണ് റെയ്ഡ് നടന്നതെന്നും മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയിരിക്കുകയാണ്. റെയ്ഡ് നടക്കുന്ന വിവരം സംസ്ഥാന പോലീസിനെ അറിയിച്ചിരുന്നില്ല. പരിശോധനയ്ക്കെത്തിയ ഉദ്യോഗസ്ഥരെ ക്രിമിനലുകൾ എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു സംഘം ആക്രമിച്ചത് ഗുരുതരമായ കുറ്റകൃത്യമാണെന്നും അത് യാതൊരു തരത്തിലും ശരിയായ നടപടിയല്ലെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. വ്യവസായ സ്ഥാപനങ്ങളിൽ നിന്നും മുതലാളിമാരിൽ നിന്നും എല്ലാവരും പണം വാങ്ങാറുണ്ടെന്നും അങ്ങനെ പണം വാങ്ങിയതല്ല ഇവിടത്തെ കേസെന്നും വ്യക്തമാക്കിയ മുഖ്യമന്ത്രി ഈ വ്യക്തിയിൽ നിന്നും CPM പണം വാങ്ങിയിട്ടുണ്ടെന്ന് വി.ഡി. സതീശൻ കൂട്ടിച്ചേർക്കുന്നുണ്ട്. കൂടാതെ ഇഡി റെയ്ഡിൽ എല്ലായിടത്തും വെച്ച് തന്നെ മാധ്യമങ്ങൾ ചോദ്യം ചെയ്തു. ഇതിനിടെ മുഖത്ത് മൈക്ക് വന്ന് അടിക്കുകയും ചെയ്തു. താൻ ഒളിച്ചോടുന്ന ഒരു വ്യക്തിയല്ല, മറുപടി എപ്പോൾ പറയണമെന്ന് തീരുമാനിക്കാനുള്ള അവകാശമെങ്കിലും മാധ്യമങ്ങൾ തരണമെന്ന് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരിക്കുകയാണ്. കൂടാതെ വൈകുന്നേരം നടന്ന വാർത്താ സമ്മേളനത്തിൽ രാവിലെ നയപ്രഖ്യാപന സമയത്ത് വന്ദേ മാതരത്തെ ആലപിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യത്തിന് ഇത് സംബന്ധിച്ച് പാർലമെന്റ് പ്രത്യേക നിയമങ്ങളൊന്നും പാസ്സാക്കിയിട്ടില്ല എന്നും ഇത് നിർബന്ധിതം അല്ല എന്നാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കുന്നത്. ഗവർണറും ഈ വന്ദേ മാതരം ഫുള്ളും പാടിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഗവർണറും കട്ടക്കലിപ്പിലാണ് രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ നിൽക്കുന്നത്. കാരണം തലേ ദിവസം, അതായത് വ്യാഴാഴ്ച പോലീസ് ബാൻഡ് ഇത് പരിശീലനം നടത്തുന്ന സമയത്ത് അവർ വന്ദേ മാതരം 6 ചരണങ്ങളൊന്നും തന്നെ പാടില്ല, 2 ചരണങ്ങൾ മാത്രമാണ് പാടിയത്. പക്ഷെ മുഴുവനായിട്ട് പാടണമെന്ന് ലോക്ഭവന് പറഞ്ഞപ്പോഴും പോലീസ് ബാൻഡ് ചെവിക്കൊണ്ടില്ല. ഇത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. കാരണം അവരാണ് ഒരു പ്രത്യേക പ്രോട്ടോക്കോളുമായി ബന്ധപ്പെട്ട് അതിലൊരു മാറ്റം വരുത്തിയത്. അപ്പോൾ വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ അല്ലെങ്കിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഇതിനെതിരെ എന്ത് നടപടിയാണ് സ്വീകരിക്കുന്നതെന്ന് കാത്തിരുന്ന് കാണേണ്ടതുണ്ട്.